ഇതിനെ ഈ കമ്പേരിന്റെ സൈഡിലൂടെ അങ്ങനെ കടലയും പരിപ്പും ഒക്കെ വെച്ച് കൊടുത്തിരുന്നു. ചോളമൊക്കെ ഉണ്ട്, അത് തിന്നാൻ വരുന്നതാണ്. അപ്പോൾ നമ്മളവിടെ ടൂറിസ്റ്റ് സ്റ്റേഷൻ നേരിട്ട് ഇങ്ങനെ തൊട്ടടുത്ത് കാണാം. മറ്റേ നമ്മൾ നേരത്തെ കണ്ട പോലെ കമ്പേരിന്റെ മുകളിൽ കൂടി അങ്ങനെ കോണിമ കൂടി പോയി അങ്ങനെ ഒഴിഞ്ഞ പറമ്പിലൂടെ പിന്നെ കിടക്കുന്നതും അതിൽ കുറച്ച് നടക്കുന്നതുമാണ് കണ്ടിരുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിപ്പോൾ ഉള്ളത് ഭൂട്ടാൻ്റെ തലസ്ഥാനമായ തിമ്പുവിൽ. ഇവിടെ ഈ റോയൽ ടാക്കിൻ എന്ന സംഭവമുണ്ട്. അതായത് ഇവരുടെ ദേശീയ മൃഗത്തിനെ വലിയ ഏക്കർ കണക്കിന് സ്ഥലത്തിൽ ഇട്ട് വളർത്തുന്നുണ്ട്. ഇത് വളരെ റെയറാണ് ലോകത്ത് ഈ ഒരു മൃഗം ഉള്ളത്. അപ്പം ഇത് കാണാനപ്പോൾ ഞാൻ പോകുന്നത്. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ഞാനിപ്പോൾ ഉള്ളത് ഭൂട്ടാന്റെ തലസ്ഥാനമായ തിംഫുവില് മോട്ടിതാം ജില്ല ഉണ്ട്, അവിടേക്ക് പോവാണ്. ഇതാണ് റോയൽ ടാക്കിംഗ് പ്രിസർവ് എന്നിട്ടുള്ള ഒരിതുണ്ട്. അതായത് ഇവിടുത്തെ ദേശീയ മൃഗമുണ്ട് ടാക്കിൻ, അതിനെ സംരക്ഷിച്ചിട്ട് വളർത്തുന്ന ഒരു എന്തായാലും പറയുക, ഒരു മൃഗശാല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് കാണാൻ പോവാണ്. ഇതതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഈ ഒരു ഭാഗം ഇവിടെ ടിക്കറ്റ് എടുക്കണം. ഇതാണ് ടിക്കറ്റ്. 300 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ഉള്ളത്. അതിലാണ് അങ്ങോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മളിനി അങ്ങോട്ടേക്ക് പോവാണ്. നമ്മുടെ ഗൈഡ് ഉണ്ട്. അപ്പോൾ ഗൈഡ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നമുക്ക് കുറച്ച് നേരം കേൾക്കാം. So you must be knowing something about Tibetan men now. Do you know? You told so in Simli Bhutan also, in Simli Bhutan Museum also, you might have got some information based on divine madmen. Even this takin is related to the divine madmen. Okay? So he have used his supernatural power to form this creature animal. So let me share one story. So once we have one culture, okay? Like in every year we host one ritual. So that time we used to serve free food to all the villagers. And there will be lots of people will be there to celebrate the rituals. And that time even അപ്പോൾ ഇതാണ് അതിലേക്ക് കടക്കാനുള്ള ഒരു എൻട്രൻസ് ഭാഗം. അപ്പോൾ ഇതിലെ അങ്ങനെ നടന്നു പോകണം. ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഇവിടെ ചെറിയൊരു കെട്ടിടമുണ്ട്, ഓഫീസ് കെട്ടിടമുണ്ട്. അവിടെ ഇതിൻ്റെ 2 പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലേ, 2 കൂറ്റൻ പ്രതിമയാണ്. ഇതാണ് ആ സാധനം, റോയൽ ടാക്കിൻ എന്നറിയും. അപ്പോൾ ഇത് കാണാനാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇവിടെ ഒരു ഇരുമ്പിൻ്റെ ഒരു പാലം ഉണ്ടല്ലേ, ഈ പാലത്തിൻ്റെ മുകളിലൂടെ അങ്ങനെ നടന്നങ്ങനെ പോകണം. ഇതിങ്ങനെ നടന്നു പോയിട്ട് അങ്ങനെ കുറേ അങ്ങോട്ട് പോകണം. ഒരുപാട് നീളത്തിലുണ്ട് ഈ പാലങ്ങൾ. പല സ്ഥലങ്ങളിലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇതൊരു വലിയൊരു കാടാണ്. അതായത് വലിയൊരു കാട് മോഡൽ എത്രയോ ഏക്കർ കണക്കിനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇരുമ്പിൻ്റെ പാലങ്ങളാണ്. ഇപ്പോൾ ഇതിൽ കൂടി ഇങ്ങനെ പോയിട്ട് നമുക്ക് ഇതിനെ ലൈവായിട്ട് കാണാം. അപ്പോൾ ഈ ടാക്കിന് ഇതിൽ കൂടി ഇങ്ങനെ നടന്നു പോകും. ആ നടന്നു പോകുന്നതൊക്കെ നമുക്ക് നേരിട്ട് അങ്ങനെ കാണാം. 2005 നവംബർ 25 ഇതിങ്ങനെ ആക്കി എടുത്തിട്ടുള്ളത്. ഒരു മൃഗശാല പോലെയാണ്. പക്ഷേ ഈ ടാക്കിങ് ഉണ്ട്. അതിന് പുറമെ ഇവിടെ മറ്റേ മാനുകളും അതുമൊക്കെ വേറെ ഫലങ്ങളിൽ ഉണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ഫോട്ടോ കാര്യങ്ങളും ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ടാക്കിൻ എന്ന മൃഗത്തെ ഇവരെ ദേശീയ മൃഗമായിട്ട് പ്രഖ്യാപിക്കാനുള്ള ഒരു കാരണമുണ്ട്. ഇവിടെ ഉള്ളൊരു സന്യാസി ഉണ്ടായിരുന്നു, ലാമ ദുർപ്പൻകുല എന്ന് പറഞ്ഞിട്ടുള്ള. അത് 15-ാം നൂറ്റാണ്ടിൽ ഭൂട്ടാനിലെ മൃഗത്തെ സൃഷ്ടിച്ചതിൻ്റെ ഒരു ഐതിഹ്യമുണ്ട്. ആ ഐതിഹ്യമാണ് ഇതിൻ്റെ ഒരു ദേശീയ മൃഗാക്കാനുള്ള കാരണം. ഐതിഹ്യത്തിനെ പറ്റിയിട്ട് ഞാൻ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. ആദ്യം നമ്മളെ ഈ ടാക്കിനൊന്ന് കാണട്ടെ. കംപ്ലീറ്റ് ഒരുപാട് നീളത്തിലത് ഇരുമ്പിൻ്റെ പാലുണ്ടാക്കിയിട്ടിരിക്കുന്നു. അങ്ങ് ദൂരെ കണ്ടില്ലേ. ഈ കാണുന്നത് ടാക്കിനല്ല കേട്ടോ, ഇതൊരു
നമ്മളെ മാനുകളാണ്. ഇതിൻ്റെ വേറെ ഒരു ഭാഗത്താണ് ഇവർ നിൽക്കുന്നത്. ടാക്കിൻ ഇതിൻ്റെ വേറെ ഒരു ഭാഗത്താണ് നിൽക്കുന്നത്. ഇതൊക്കെ കുറേ ദൂരത്താണ് നിൽക്കുന്നത്. ഞങ്ങട്ട് സൂം ചെയ്ത് എടുത്തതാണ്. ഇനി നമുക്ക് ടാക്കിൻ ഇതാ ഈ കാണുന്നതാണ് ടാക്കിൻ, ഉണ്ടല്ലേ? അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തല ആടിൻ്റെ പോലെയും ഇതിൻ്റെ ഉടൽ പശു കന്നുകാലികളെ ആ പശുവിൻ്റെ ഒരു മോഡലിലാണ് ഇതിൻ്റെ ഉടലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ സന്യാസി ഒരു മതപ്രഭാഷണ വേളയിൽ ഉച്ചഭക്ഷണത്തിന് ഒരു മുഴുവൻ ആടിനെയും പശുവിനെയും കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അതിന് അദ്ദേഹം കഴിച്ചു കഴിഞ്ഞിട്ട് ഈ ആടിൻ്റെ തല പുറത്തെടുത്തിട്ട് പശുവിൻ്റെ അസ്ഥിയോടം കൂട്ടിയിട്ട് അങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കി. എന്നിട്ട് നിമിഷ നേരം കൊണ്ട് ഒരു ജീവനുള്ള മൃഗത്തെ ഉണ്ടാക്കി. അങ്ങനെയാണ് ഇത് ഈ കാണുന്ന സംഭവം ഉണ്ടായിട്ടുള്ളത്. ആടിൻ്റെ തലയും പിന്നെ പശുവിൻ്റെ ഉടലുമായിട്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഭക്ഷണം അദ്ദേഹം കഴിച്ച് പിന്നെ പശുവിൻ്റെ അസ്ഥിയിൽ ആടിൻ്റെ തല ഫിറ്റ് ചെയ്തെന്നാണ് ഇവരുടെ ഐതിഹ്യം. അങ്ങനെയാണ് ഇതുണ്ടായത്. അതാണ് ഭൂട്ടാൻ ടാക്കിൻ. പുരുഷന് നല്ല തടി മണ്ണുണ്ടാവും, സ്ത്രീക്ക് അധികം മണ്ണുണ്ടാവില്ല. അതാണ് ഇതിനെ അറിയാൻ കഴിയുക. ഇത് ഭയങ്കര ഒരു അലസൻ ടൈപ്പാണ് തോന്നുന്നത്. കാരണം ഇതിങ്ങനെ മെല്ലെ ഉള്ളു നടക്കുക. നമ്മളെ പശുക്കളെയും അതിൻ്റെ അത്ര സ്പീഡിലൊന്നും നടക്കൂല. ഒരു ഉഴപ്പൻ ടൈപ്പാണ്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. ഇതിനെ മേയാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുകയാണ്. ഇതിന് ഭക്ഷണമൊക്കെ ആ ഒരു വേലീൻ്റെ വക്കിന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അങ്ങോട്ട് നമ്മൾ കയറിയ ആ ഭാഗത്ത് അവിടേക്ക് ചില സമയത്ത് അവിടെ വരും. അവിടെ ഈ കമ്പിവേലിനോട് ചാരിയിട്ട് ഇതിൻ്റെ ഭക്ഷണങ്ങളൊക്കെ വെച്ച് കൊടുക്കും. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇതിനെ ശരിക്കും കാണാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇത് കംപ്ലീറ്റ് ചുറ്റിക്കറങ്ങി കഴിഞ്ഞ ശേഷം പിന്നെ അങ്ങോട്ടേക്ക് പോകണതല്ലേ. ഇതൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതൊന്നുണ്ട്, ഒന്ന് അപ്പുറത്തുണ്ട്. ഒഴിഞ്ഞങ്ങനെ ഇരിക്കുകയാണ് ഇതിവിടെ. ഇതിനെ വളർത്താനായിട്ട് ഏക്കറ കണക്കിന് ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. ഇത് വളരെ കുറഞ്ഞ സാധനമാണ് ലോകത്തുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ഇതിഹാസം ഉണ്ടല്ലോ, ആ ഒരു നമ്മളെ സന്യാസി, അദ്ദേഹത്തിന് ഇവർ ദിവ്യഭ്രാന്തൻ എന്നാണ് ഇവരെ ഭാഷയിൽ വിളിച്ചിരുന്നത്. അങ്ങനെ അദ്ദേഹം ഈ മൃഗത്തിനെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇത് അങ്ങോട്ട് പിന്നെ മേയാൻ പോയി, കാട്ടിലേക്ക് മേയാൻ പോയി എന്നൊക്കെയാണ് ഇതിൻ്റെ ഐതിഹ്യം. അന്നു മുതൽ ഈ മൃഗം ഭൂട്ടാനിലെ കുന്നുകളിലൊരു സാധാരണ കാഴ്ചയാണ്. ഉയർന്ന മതപരമായ അർത്ഥങ്ങളുള്ള ഈ മാന്ത്രിക സൃഷ്ടി കാരണം പിന്നെ മൃഗത്തെ ഈ ഭൂട്ടാൻകാർ ഇതിൻ്റെ ദേശീയ മൃഗമായിട്ട് അങ്ങോട്ട് സ്വീകരിച്ചതാണ്. അങ്ങനെയാണ് ഇത് ഇവരുടെ ദേശീയ മൃഗമായിട്ടുണ്ടായിട്ട് ഇതിന് മാത്രം വളരാനുള്ളൊരു ഏക്കറ കണക്കിന് ഉണ്ടാക്കിയിട്ടൊക്കെയാണ്. ഇത് ഏകദേശം ഒരു 0.34 കിലോമീറ്റർ സ്ക്വയർ ഏരിയയാണ് ഇതുള്ളത്. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഉള്ളത്. കണ്ടമാന നീളത്തിൽ അങ്ങോട്ട് ഇരുമ്പിൻ്റെ പിന്നെ പാലുണ്ട്, അടിയിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട്. പക്ഷേ ഞാൻ മൊത്തമൊന്നും ഞാൻ കറങ്ങി കാണുന്നില്ല. ഇതൊക്കെ അതിൽ പെട്ടതാണ്. ചില ഭാഗങ്ങളിൽ വീതി കൂടുതലുണ്ട്. ഇവിടെ ആദ്യം ഇതിനെ വളർത്താൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ ഇവരെ ബുദ്ധമത രാജ്യമായതുകൊണ്ട് മൃഗങ്ങൾ ഒതുക്കുന്നതിനോട് ബന്ധപ്പെട്ട് രാജാവിന് ഒരു ഇത് തോന്നി. അങ്ങനെ ഇത് അടച്ചു പൂട്ടിയിട്ട് പിന്നെ ഈ മൃഗങ്ങളെ പുറത്തു വിടാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഇത് പൊതുവെ ശാന്തമായ പെരുമാറ്റത്തിനും ഒക്കെ പെരുമാറ്റം ഇതുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ആഴ്ചകളോളം പിന്നെ ഇത് ഇവിടുത്തെ ടൗണിൽ കൂടി അലഞ്ഞു തിരിയാൻ തുടങ്ങി. അങ്ങനെ ഇവരെന്ത് ചെയ്ത് പിന്നെ വീണ്ടും രാജാവിൻ്റെ ഓർഡറായി ഇതിനുള്ളിൽ തന്നെ കൊണ്ടുവന്നിട്ട് വളർത്തുക എന്നല്ല. അപ്പോൾ അങ്ങനെ പിന്നെ രണ്ടാമത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ടുവന്നിട്ട് ഇട്ടതാണ്. കാരണം ആദ്യം പുള്ളിക്കാരന് തോന്നിയിട്ടുള്ളത് ഇതിനുള്ളിൽ വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഓരോ ദേശീയ മൃഗമൊക്കെയല്ലേ. പിന്നെ അത് കഴിഞ്ഞ ശേഷം പിന്നെ ഇതാണെങ്കിലോ പുറത്തേക്ക് അങ്ങനെ അധികം പോകുന്നില്ല, ടൗണിൽ കൂടി ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്.
അപ്പോൾ പിന്നെ ഉണ്ടാവും തോന്നി, എന്നാൽ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ടുവന്നിടുക എന്നുള്ളതിലേക്ക് അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടാണ്. ഇതുണ്ടല്ലോ മെല്ലെ സ്ലോയിൽ അങ്ങനെ നടന്നു പോവുകയാണ്, അധികം സ്പീഡിൽ പോവില്ല. വളരെ ഒരു ഓപ്പൺ സ്റ്റൈലാണ് ഇതിനുള്ളത്, ഉണ്ടല്ലേ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കിലോമീറ്റർ സ്ക്വയർ ഉണ്ടല്ലോ, അതിന് അതായത് 8.4 ഏക്കറാണ് ഇതുള്ളത്. ഇവിടെ ഇതിന് പുറമെ ഞാൻ നേരത്തെ കണ്ടിരുന്ന ആ മാനുകളുണ്ട്, പിന്നെ ഭൂട്ടാനിലെ റെഡ് പാണ്ട എന്നുള്ളതുണ്ട്, പിന്നെ ഹിമാലയൻ സോറോ, അങ്ങനെ അപൂർവമായി കാണുന്ന അങ്ങനത്തെ ചില മൃഗങ്ങളെയും കൂടി ഇതിലിവർ വളർത്തുന്നുണ്ട്. ഞാൻ ഇപ്പം മടങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് ഇതിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ ഈ സൈഡിലേക്ക് വന്നിരിക്കുന്നു. ഇവിടെ കുറേ എണ്ണം വന്നിങ്ങനെ നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ. ഇതാണ് അതിൻ്റെ ഫേസ്, ആടിൻ്റെ ആ ഒരു ഫേസിൽ, പിന്നെ നമ്മളെ ഇതിൻ്റെ ഉടലും, പശു, പോത്ത്, എരുമ, ഇതിൻ്റെയൊക്കെ ഒരു ഉടൽ മോഡലാണ് ഉള്ളത്. നല്ല തടിമണ്ണുണ്ട്. ഭൂട്ടാൻ ടാക്കിൻ അതാണ് ഈ കാണുന്നത്. ഇതിന്റെ കമ്പിവേലിന്റെ സൈഡിലൂടെ ഇതിന് ഭക്ഷണം വെച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അവിടെ സന്ദർശകർക്ക് നേരിട്ട് കാണുകയും ചെയ്യാം. നേരത്തെ കണ്ട നമ്മൾ ഇതിന്റെ സെൻട്രലാണ്, കാട്ടിലൂടെ ഇതിന് മേയാൻ വിട്ട സ്ഥലം, ഇത് ഭക്ഷണം കഴിക്കാവുന്ന സ്ഥലമാണിത്. അല്ലേ? ഇതൊക്കെ ഭക്ഷണം വെച്ചിട്ടിരിക്കുകയാണ്. കടല, ആടിന്റെ തലയും പിന്നെ നമ്മളെ കന്നുകാലികളുടെ ആ ഒരു ബോഡി ഷേപ്പിലാണ് ഇതുള്ളത്. ഇത് കുട്ടിയാണ്, കുട്ടി. ഇങ്ങനെ ഈ കമ്പിവേലിന്റെ സൈഡിലൂടെ അങ്ങനെ കടലയും പരിപ്പും ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ചോളമൊക്കെ ഉണ്ട്, അത് തിന്നാൻ വരുന്നതാണ്. അപ്പൊ നമ്മളിവിടെ ടൂറിസ്റ്റ് സ്റ്റേഷൻ നേരിട്ട് ഇങ്ങനെ തൊട്ടടുത്ത് കാണാം. മറ്റേ നമ്മൾ നേരത്തെ കണ്ട പോലെ കമ്പീൻ്റെ മുകളിൽ കൂടി അങ്ങനെ കോഴിമക്കൂടി പോയി അങ്ങനെ ഒഴിഞ്ഞ പറമ്പിൽ ഓരങ്ങനെ പിന്നെ കിടക്കുന്നതും വൈഫിൽ കുറച്ച് നടക്കുന്ന ഭാഗം കണ്ടിരുന്നത്. ഇത് നല്ലൊരു ഐഡിയ ആണ്. ഈ കമ്പിവേലിനോട് ചാരിയിട്ട്, റോഡിനോട് ചാരിയിട്ട് ഇങ്ങനെ ഭക്ഷണം കൊണ്ട് വെച്ചെടുക്കുക. അപ്പം എന്താ വെച്ചാൽ സന്ദർശകർക്ക് അങ്ങനെ വ്യക്തമായിട്ട് വരെ ശരിക്കും ക്ലിയറായിട്ട് അങ്ങനെ കാണാം. അങ്ങനെ ഇവരുടെ ദേശീയ മൃഗത്തിനെ കണ്ടിട്ട് ഞാൻ മടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.